ജില്ലാ കളക്ടർമാരുടെ മീറ്റിങ്ങിൽ കൊടുത്തു, കൂടുതൽ അധികാരം കൊടുത്തു. അത് ഫോർ ദ ടൈം ബീങ് ഇത് സെറ്റിൽ ചെയ്യാൻ പൈസ കൊടുത്തു. നേരത്തെ ആവശ്യത്തിന് പൈസയുണ്ട്. ഇനി അതല്ല, ഇനി ഭക്ഷണത്തിന് കൂടുതൽ പൈസയായി, ടോയ്ലറ്റ് ഇല്ല, ബയോ ടോയ്ലറ്റ് കൊണ്ടുവരണം. എന്ത് തീരുമാനം എടുക്കാനും ജില്ലാ ഭരണകൂടത്തിന് പൂർണ്ണമായ അധികാരം കൊടുത്തു. അവരെന്ത് തീരുമാനം എടുത്താലും അത് റാറ്റിഫൈ ചെയ്തോളാം. കാരണം ഈ ക്യാമ്പുകൾ 150 പേരിൽ കൂടുതൽ ക്യാമ്പിൽ വന്നപ്പോൾ അവിടെ ഒരു പ്രശ്നം വന്നു. അപ്പോൾ 150 പേരിൽ കൂടുതലുള്ള ക്യാമ്പുകൾ രണ്ടാമത്തെ ക്യാമ്പുകൾ തുടങ്ങിക്കോളാൻ പറഞ്ഞു. ഇല്ല, അതൊക്കെ ചെയ്ത ഒരുപാട് ക്രമക്കേടുകൾ ഇത്തരം കാര്യങ്ങളിൽ നടന്നിട്ടുണ്ട്. ഇടാ ഇതേണ്ട് നിങ്ങൾ ശബരിമല നെയ്യിനെ പറ്റിയും ചോദിച്ചില്ല, മറ്റേ PSC ക്രമക്കേടിനെ പറ്റി ഒന്നും ചോദിച്ചില്ല. അപ്പോൾ സുപ്രധാനമായ ചില തീരുമാനങ്ങൾ കൂടി ക്യാബിനറ്റ് അംഗീകാരം നൽകിയിട്ടുണ്ട്. ഒന്ന്, നേരത്തെ പറഞ്ഞതുപോലെ മരണപ്പെട്ടവർക്ക് 8 ലക്ഷം രൂപ, 4 ലക്ഷം രൂപ SDRF-ൽ നിന്നും 2 ലക്ഷം രൂപ CMDRF-ൽ നിന്നും 2 ലക്ഷം രൂപ PMNRF-ൽ നിന്നും ഉൾപ്പെടെ 8 ലക്ഷം രൂപ മരിച്ചവർക്ക് കൊടുക്കും. അതുപോലെ ഈ വീട്ടിൽ വെള്ളം കയറിയ എല്ലാവർക്കും, അത് ഞാൻ പ്രത്യേകം പറയുന്നു, ഇപ്പോൾ കുറേ ആളുകൾ വന്ന് ക്യാമ്പിൽ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. ക്യാമ്പിലെ രജിസ്ട്രേഷൻ അനുസരിച്ചിട്ടല്ല കൊടുക്കുന്നത്. ക്യാമ്പിൽ വരാത്തവർക്കും വീട്ടിൽ വെള്ളം കയറിയവർക്ക് കൊടുക്കും. ക്യാമ്പിൽ വന്നു എന്നതിൻ്റെ പേരിൽ വീട്ടിൽ വെള്ളം കയറിയിട്ടിലേക്ക് കൊടുക്കില്ല. അങ്ങനെ ഒരു തെറ്റായ ധാരണ പരക്കുന്നുണ്ട്. ചിലപ്പോൾ കുറേ ആളുകൾ വന്ന് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീട്ടിൽ വെള്ളം കയറിയ എല്ലാവരുടെയും വില്ലേജ് ഓഫീസറുടെ ഉദ്യോഗസ്ഥന്മാരുടെയും റിപ്പോർട്ട് അനുസരിച്ച് അവർക്ക് എല്ലാവർക്കും 10,000 രൂപ അവർക്ക് കൊടുക്കും. പിന്നെ മരിച്ചവരുടെ സംസ്കാര കർമ്മങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു 10,000 രൂപ അനുവദിച്ചിട്ടുണ്ട്. നേരത്തെ മുഴുവൻ ഡാമേജായ വീടുകൾക്ക് കൊടുത്തുകൊണ്ടിരുന്നത് 4 ലക്ഷം രൂപയാണ്. അത് 6 ലക്ഷം രൂപയാക്കി അത് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പിന്നെ വീടും സ്ഥലവും പൂർണ്ണമായി നഷ്ടപ്പെട്ടു. കാരണം അവിടെ വീട് വയ്ക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവും. ഈ ലാൻഡ് സ്ലൈഡും ലാൻഡ് സ്ലിപ്പും ഒക്കെ ഉണ്ടായ സ്ഥലത്ത് അവിടെ നേരത്തെ കൊടുത്തിരുന്നത് 6 ലക്ഷം രൂപ സ്ഥലം മേടിക്കാനും 4 ലക്ഷം രൂപ വീടിനുമാണ്. 10 ലക്ഷം, അത് 12 ലക്ഷം രൂപയാക്കി അത് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പിന്നെയുള്ള ഒരു 300 രൂപ വെച്ച് ഒരു കുടുംബത്തിലെ ഒരു റേഷൻ കാർഡിലെ 2 പേർക്ക് 300 രൂപ വെച്ച് ഡെയിലി കൊടുക്കും. അതുപോലെ അവർക്ക് അല്ലല്ല, അത് അവിടെ ഈ വീട്ടിൽ ബുദ്ധിമുട്ടുള്ളവർക്ക്, ഇങ്ങനെ വെള്ളം കയറി പ്രയാസപ്പെട്ടവർക്ക്, അതേപോലെ തന്നെ തിരിച്ചു വീട്ടിലേക്ക് പോയി അവിടെ താമസിക്കാൻ പറ്റാത്തവർക്ക്, അവർക്ക് ആ വീട്ടിൽ താമസിക്കാൻ പുതിയ വീട്ടിലോ അല്ലെങ്കിൽ ആ വീട് റെഡിയാവുന്നതുവരെ താമസിക്കാൻ വേണ്ടിയിട്ട് മാസം റെൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം അതെടുത്തിട്ടുണ്ട്. അത് വീട്ടിൽ വെള്ളം കയറി ആകെ ഇതെല്ലാം നാശനഷ്ടം സംഭവിച്ചവർക്കാണ്. ഒരു കുടുംബത്തിലെ 2 പേർക്ക്. അങ്ങനെയാണ് നേരത്തെ അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ. ഇനി നമ്മൾ പുതിയതായിട്ട് വേറൊരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ക്രോപ്പ് അസിസ്റ്റൻസ്, അതായത് കൃഷിനാശം ഉണ്ടായാലുള്ള നഷ്ടം വളരെ തുച്ഛമായ തുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് തീരുമാനിച്ചിട്ടുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, 2.5 ഏക്കർ സ്ഥലം, 1 ഹെക്ടർ സ്ഥലം നെൽകൃഷി നാശം ഉണ്ടായ 13,500 രൂപയാണ്. അങ്ങനെ പലതിനും വളരെ ചെറുതാണ്, കാരണം കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന തുക ചെറുതാണ്. പക്ഷേ അത് നമ്മൾ 25% വർദ്ധിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഇപ്രാവശ്യം. 25%. അത് നമ്മൾ തന്നെ സ്റ്റേറ്റ് തന്നെ കൊടുക്കും, 25%. പിന്നെ പുതിയതായിട്ട് ചെയ്യുന്നത് ഇതുവരെ കൊടുക്കാത്തതാണ്. ധാരാളം കടകൾ വെള്ളം കയറി നശിച്ച് അവരുടെ നാശനഷ്ടങ്ങൾ ഉണ്ടായി, അവരുടെ ഉപജീവന മാർഗം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആദ്യമായി അങ്ങനെ വെള്ളം കയറി കടകൾ നശിച്ചവർക്ക് ഓരോ കടയ്ക്കും 10,000 രൂപ പ്രത്യേകമായി കൊടുക്കാൻ തീരുമാനം പുതിയതായിട്ട്. ധാരാളം കടകളുണ്ട്. ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിലും ബാക്കിയുള്ള സ്ഥലത്തും ഈരാറ്റുപേട്ടയിലും പല സ്ഥലത്തും ഭയങ്കര സങ്കടമാണ്. 2018-ലും 2019-ലും ഒക്കെ വെള്ളം കയറി നശിച്ചിട്ട് അവർക്കൊന്നും കിട്ടിയിട്ടില്ല. ഉപജീവന മാർഗമാണ്, സാധാരണക്കാരായ ആളുകളാണ് കൂടുതലുള്ളത്. അതൊരു പുതിയ തീരുമാനമാണ്. ഇതിനു മുമ്പ് അതുണ്ടായിരുന്നില്ല. പുതിയ തീരുമാനം, ഒരു 10,000 രൂപ കൂടി അവർക്ക് ഓരോരുത്തർക്കും കൊടുക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. പിന്നീട് ഈ MSMEകൾക്ക്, മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസിന് ഉജ്ജീവന സോഫ്റ്റ് ലോൺ സ്കീം അത് നമ്മൾ നടപ്പാക്കും. അതിൻ്റെ ഭാഗമായിട്ട്, അതായത് SMEകൾക്കുണ്ട്, ട്രേഡ് നടത്തുന്നവർക്കുണ്ട്, ഇൻഡസ്ട്രിയൽ എൻ്റർപ്രൈസസിനുണ്ട്, അപ്രൂവ്ഡ് ആയിട്ടുള്ള ഹോം സ്റ്റേകൾക്കുണ്ട്, പിന്നെ ഈ പ്രളയം ബാധിച്ച ക്ഷീര കർഷകർക്കുണ്ട്, കിസാൻ കാർഡ് ഹോൾഡേഴ്സിനുണ്ട്, പിന്നെ ഈ പക്ഷികളെ, ഈ താറാവിനെയൊക്കെ വളർത്തുന്ന പോലുള്ള ഇത് വളർത്തുന്നവർക്കുണ്ട്, തേനീച്ച കർഷകർക്കുണ്ട്, ടൂറിസ്റ്റ് വെഹിക്കിളിൻ്റെ ഓണേഴ്സ് ഉണ്ട്, അതുപോലെ കൊമേഴ്സ്യൽ വെഹിക്കിളിൻ്റെ ഓണേഴ്സ് നാശനഷ്ടം ഉണ്ടായാൽ അവർക്കെല്ലാമാണ് ഈ സോഫ്റ്റ്
ബാങ്ക് ലോൺസ് കൊടുക്കുന്നത്. അത് നമ്മൾ ഒരു 12 ലക്ഷം രൂപ വരെ ആണ് ഈ ലോൺ നമ്മൾ ബാങ്കുകളുമായിട്ട് അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഒരു 3 സ്കീമാണ് അതിൻ്റെ അകത്തുള്ളത്. ഒന്ന് 12 ലക്ഷം രൂപ വരെ കൊടുക്കുമ്പോൾ 25% ലോൺ എമൗണ്ടോ അല്ലെങ്കിൽ 3 ലക്ഷം രൂപയോ, ഏതാണ് ചെറുത്? 12 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ 3 ലക്ഷം രൂപ, അല്ലെങ്കിൽ 25% ലോൺ എമൗണ്ട്, ഏതാണ് ചെറുതെന്ന് പറഞ്ഞാൽ അത് മാർജിൻ മണിയായിട്ട് ഗവൺമെൻറ് ബാങ്കിലേക്ക് കൊടുക്കും. 3 ലക്ഷം രൂപ. ഇനി ചിലർക്ക് അതല്ല വേണ്ടത്, അവർക്ക് ഓപ്ഷനാണ്. മാർജിൻ മണി വേണ്ടെങ്കിൽ 5 കൊല്ലത്തേക്ക് അവരുടെ ഈ ലോണിൻ്റെ 9% പലിശ സർക്കാർ ബാങ്കിലേക്ക് നൽകും. അതാണ് ആ സോഫ്റ്റ് ലോൺ സ്കീം എന്ന് പറയുന്നത്. മൂന്നാമത്, ഇതിൻ്റെ തൊട്ട് മുമ്പ് ലോൺ എടുത്തു, ലോൺ എടുത്തിട്ട് അടയ്ക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവർക്ക് കൂടി ഈ 9% ആ പലിശ 5 വർഷത്തേക്ക് കൊടുക്കാൻ. ഇങ്ങനെ ഒരു 3 തീരുമാനം അതുമായിട്ട് ബന്ധപ്പെട്ട്, സോഫ്റ്റ് ലോണുമായിട്ട് ബന്ധപ്പെട്ട് എടുത്താൽ. തീരപ്രദേശത്ത് വലിയ നാശം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവിടെ ഈ പരമാവധി സ്ഥലത്ത് കടൽ ഭിത്തി പണിയാനുള്ള സ്കീമുകളൊക്കെ വേഗത്തിലാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആവശ്യമായ സ്ഥലത്ത് ജിയോ ബാഗുകൾ കൊടുക്കാൻ വേണ്ടിയിട്ട് നിർദ്ദേശം ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുത്തിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികളുടെ വർഷങ്ങളായിട്ടുള്ള ഒരു പരാതിയാണ് ഈ പുനർഗേഹം പദ്ധതിക്ക് തുച്ഛമായ തുകയാണ് കിട്ടുന്നത്, അവർക്ക് ഭയങ്കര പ്രയാസമാണ്. ആ പദ്ധതി ഒരു പുതിയ പദ്ധതിയായിട്ട് അത് ഉടൻ തന്നെ അത് പ്രഖ്യാപിച്ചു. അവർക്കുള്ള സഹായം, അവരുടെ പരാതികൾ പരിഹരിച്ച്, മത്സ്യത്തൊഴിലാളികളുടെ ആ പദ്ധതിയെക്കുറിച്ചുള്ള പരാതികളെല്ലാം പരിഹരിച്ച് തുക വർദ്ധിപ്പിക്കുന്ന കാര്യം അതിൻ്റെ പ്രപ്പോസൽ തരാൻ പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ചിട്ടുള്ളൊരു പുതിയ പദ്ധതി അവർക്ക് വേണ്ടിയിട്ട്, മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി അവർക്ക് പ്രഖ്യാപിക്കും. ഇതാണ് അതെ ഭവന പദ്ധതി. പിന്നെ അടുത്ത 5 ദിവസത്തേക്കുള്ള കാലാവസ്ഥാ പ്രവചനം നിങ്ങൾക്ക് കിട്ടിക്കാണും. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്ന് മുതൽ 5-ാം തീയതി മുതൽ 8-ാം തീയതി വരെ ശക്തമായ മഴയ്ക്കും, ഓഗസ്റ്റ് 5-6 തീയതികളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ കാറ്റിനും സാധ്യത ഉണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ഇന്നും നാളെയും ഓറഞ്ച് അലർട്ടാണ്. 5-ാം തീയതി പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കാസർഗോഡും. 6-ാം തീയതി പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം. യെല്ലോ അലർട്ട് 5-ാം തീയതി തിരുവനന്തപുരം, കൊല്ലം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറമാണ്. ബാക്കി 6-ാം തീയതി ബാക്കി ജില്ലകളിലും ആണ് ഇത് കൊടുത്തിരിക്കുന്നത്. അതെല്ലാം വില്ലേജ് ഓഫീസുകളിൽ നിന്ന് കളക്ട് ചെയ്ത് വരുമല്ലോ. കൃഷിനാശത്തിൻ്റെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റും ഒരു സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ ഉണ്ട്. അതിന് ആ നഷ്ടമുണ്ടായിരിക്കുന്ന കടകളുടെ എണ്ണം തരാൻ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമ്മൾ അതൊന്ന് ഇപ്പോൾ വീട്ടിൽ വെള്ളം കയറിയവർക്ക് അതൊന്ന് ക്ലീൻ ചെയ്ത് അതൊന്ന് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ 10,000 രൂപയാണ് നമ്മൾ ചെയ്യുന്നത്. ഒപ്പം ഈ ലോണിൻ്റെ, ഈ സോഫ്റ്റ് ലോണും അതാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഈ ഇതിലാണ് ചെറിയ കടക്കാർ തൊട്ടുണ്ട്, മീഡിയം. ഞാനതാണ് പറയാൻ പോകുന്നത്. ഞാനൊരു വളരെ പ്രധാനപ്പെട്ട പദ്ധതി നമ്മുടെ ബജറ്റിൽ പ്രഖ്യാപിച്ചതുപോലെ ഇന്ത്യക്ക് മോഡലായ ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് റെസീലിയൻസ് പ്രോഗ്രാം കേരളത്തിൽ നടപ്പാക്കും. അതിൽ ക്ലൈമറ്റ് പ്രഡിക്ഷന് ഏറ്റവും ആധുനികമായ സങ്കേതങ്ങൾ, ലോകത്തുള്ള ഏറ്റവും ആധുനികമായ സങ്കേതങ്ങൾ ഉപയോഗിക്കും. ക്ലൈമറ്റ് പ്രഡിക്ഷൻ, അതിൻ്റെ വാർണിംഗ് സിസ്റ്റം ഇഫക്റ്റീവ് ആക്കും. പിന്നെ ഫ്ലഡ് മാപ്പിംഗ്, ഈ പറയുന്ന പ്രോൺ ആയിട്ടുള്ള ഏരിയ, അപകട സാധ്യതയുള്ള സ്ഥലങ്ങളിലെല്ലാം ഫ്ലഡ് മാപ്പിംഗ് നടത്തി അത് നേരത്തെ പ്രഖ്യാപിച്ച ഫലപ്രദമായ ഏറ്റവും ഇഫക്റ്റീവായിട്ടുള്ളൊരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് റെസീലിയൻസ് സിസ്റ്റം കൊണ്ടുവരും. അതിൻ്റെ ഭാഗമായിട്ട് ഡാമുകളിലെ മണൽ മാറ്റും. കാരണം ഡാമുകളിൽ നന്നായി മണലും ചെളി അടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല മഴ കുറച്ച് നിരന്തരമായി പെയ്തു കഴിഞ്ഞാൽ ആ ഡാമുകൾ നിറഞ്ഞു കവിയുന്ന സ്ഥിതി വരും. ഇപ്പം മഴ പെയ്യായിരുന്നത് കൊണ്ടാണ് നമ്മളൊരു 50%, 52% ഒക്കെ ആയിട്ട് ഡാമിലെ ജലശേഖരം നിൽക്കുന്നത്. അപ്പോൾ ഡാമിലെ ഡീസിൽറ്റ് ചെയ്യും. അതോടൊപ്പം നദികളിൽ 2018 അടിഞ്ഞിരിക്കുന്ന മണ്ണാണ് ഈ പ്രശ്നം. മണ്ണും ചെളിയുമാണ്. മണ്ണും ചെളിയും വേസ്റ്റും ഒക്കെ കെട്ടിക്കിടക്കുകയാണ്. നമുക്ക് പലതരത്തിൽ അത് ബാധിക്കുന്നുണ്ട്. കാരണം നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്നുണ്ട്. മാത്രമല്ല ചെറിയ മഴ പെയ്താൽ അപ്പം തന്നെ ഫ്ലഡഡ് ആവുകയാണ്. അപ്പോൾ ഇത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്കീം റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റും ജലസേചന വകുപ്പും കൂടി ആവിഷ്കരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഈ മഴ മാറിക്കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട്
ഇത് അടുത്ത വർഷം ഇത് വരാൻ വേണ്ടി കാത്തിരിക്കാതെ നമ്മളിപ്പോൾ റൂം ഫോർ റിവർ എന്നും പറഞ്ഞിട്ട് നടന്നില്ലല്ലോ. അപ്പോൾ അത് വളരെ വ്യക്തമായിട്ട് ഈ നദികളിലെ ഈ മണലടിഞ്ഞിരിക്കുന്നത് മാറ്റാൻ വേണ്ടിയിട്ടുള്ളത് ചെയ്യും. അത് നീക്കുമ്പോൾ തന്നെ നമുക്കൊരു 50-60% പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവും. ഡാമുകളിലെ മണൽ ഡീസിൽറ്റ് ചെയ്യുമ്പോഴും ഈ പുഴയിലെ മണൽ നീക്കുകയും ചെയ്യുമ്പോഴേക്കും വലിയ വ്യത്യാസം ഉണ്ടാവും. വളരെ പ്രശ്നമാണ്, വളരെ ഗുരുതരമായ പ്രശ്നമാണ്. ഇപ്പം തന്നെ നമ്മൾ ഏകദേശം 90ഓളം ഷട്ടറുകൾ തുറന്നിട്ടാണ് കുട്ടനാട് ഇത്രയെങ്കിലും ഉണ്ടായുള്ളൂ എന്ന് പറയാൻ പറ്റുന്നത്. അത് തുറക്കും. വേമ്പനാട് കായലിൽ ഡ്രഡ്ജ് ചെയ്യേണ്ടി വരും. അതുപോലെ പമ്പയിലും വ്യാപകമായിട്ട്, അതാണ് പമ്പയിലെ പ്രശ്നമാണല്ലോ ഈ ഒരുപാട് സ്ഥലങ്ങളിൽ വിഷയം ഉണ്ടാകുന്നത്. അത് വളരെ ശ്രദ്ധിക്കും. പിന്നെ ഡാം മാനേജ്മെൻറ്റിന് ഏറ്റവും ആധുനികമായ സംവിധാനം. ഇപ്പം ഡാം മാനേജ്മെൻ്റ് എന്ന് വെച്ചാൽ ഡാമിലേക്കുള്ള വെള്ളത്തിൻ്റെ ഇൻഫ്ലോ, അതിൻ്റെ ഔട്ട്ഫ്ലോ, കാച്ച്മെൻ്റ് ഏരിയയിലെ മഴയുടെ അളവ്, ആ മഴ പെയ്യാനുള്ള സാധ്യത, പിന്നെ റിവർ വാലിയിലെ താഴെയുള്ള റിവർ വാലിയിലെ വെള്ളത്തിൻ്റെ നില, അവിടെ മഴ പെയ്യാനുള്ള സാധ്യത, ഇത്രയും കാര്യങ്ങൾ കണക്ട് ചെയ്തിട്ടാണ് ഡാം മാനേജ്മെൻറ്റ് ഡാം തുറക്കുന്നത്. അത് ഏറ്റവും ഫലപ്രദമായി അതൊരു AI ഡ്രിവൺ സംവിധാനം ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഡാം മാനേജ്മെൻറ്റ് സിസ്റ്റം കൂടി നമ്മൾ ചെയ്യും. അതിൻ്റെയും പ്രവർത്തനങ്ങൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്, ബജറ്റിൽ പ്രഖ്യാപിച്ചതാണ്. കാരണം നമ്മൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ തന്നെ ഇൻ്റർ ഗവൺമെൻറ് പാനൽ ഓഫ് ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ റിപ്പോർട്ടും അതിനുമ്പോൾ നാസ അനാലിസിസും നമ്മൾ നിയമസഭയിൽ കൊണ്ടുവന്നാണ്. ഇതിൻ്റെ ഗുരുതരാവസ്ഥ മനസ്സിലാക്കിയിട്ട് അത് മനസ്സിലാക്കിയതുകൊണ്ടാണ് കേരളം ഒരു വളരെ ശ്രദ്ധിക്കേണ്ട, ഇന്ത്യയിൽ തന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ്. അറബിക്കടലും പഴയതുപോലെയല്ല, വലിയ മാറ്റമുണ്ടായി ഓക്കിക്കെല്ലാം ശേഷം. ഇതെല്ലാം കണക്കാക്കിയിട്ടുള്ള ഏറ്റവും സയൻറ്റിഫിക് ആയിട്ടുള്ള, ഏറ്റവും ശാസ്ത്രീയമായും ഫലപ്രദമായിട്ടുള്ള ഒരു സംവിധാനം, നമ്മുടെ ഒരു സ്വപ്നം, ആഗ്രഹം, അത് ഇന്ത്യക്ക് തന്നെ മോഡലായിട്ടുള്ള ഒരു റെസിലിയൻസ് സിസ്റ്റം നമ്മൾ കൊണ്ടുവരണമെന്നാണ്. അതിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഫലപ്രദമായ ഒരു പോളിസിയും പ്രഖ്യാപിക്കും, അത് നടപ്പിലാക്കുകയും ചെയ്യും. അല്ല, സ്വാഭാവികമായിട്ട് അത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് റെസിലിയൻസ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഏറ്റവും മോഡേൺ ആക്കുവാണ്. ഇപ്പോൾ ഉള്ളത് പോരല്ലോ, നമുക്ക് കുറേ കൂടി ഇമ്പ്രൂവ് ചെയ്ത് കുറേ കൂടെ ബെറ്ററാക്കി ലോകത്ത് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സാധ്യതകളും പരിശോധിച്ച് ചെയ്യുകയാണ്. നല്ലൊരു ടീം അതിനുവേണ്ടി വർക്ക് ചെയ്യും. നല്ലൊരു ടീം, ഒരുപാട് പ്രഗത്ഭരായ ആളുകൾ അതിന് സന്നദ്ധരായിട്ട് വന്നിട്ടുണ്ട്. അവർ പല സ്ഥലം, ഇപ്പോൾ ക്ലൈമറ്റ് പ്രഡിക്ഷനിൽ വലിയ നല്ല പ്രിസിഷനുള്ള ആളുകൾ, കൃത്യമുള്ള ആളുകൾ, പിന്നെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിലെ എക്സ്പേർട്ടുകൾ തുടങ്ങിയ സ്ഥലത്ത് പല സംസ്ഥാനങ്ങളും കുറേ അഡ്വാൻസ് ചെയ്തു. ഇപ്പോൾ ഒറീസയൊക്കെ നമുക്ക് ഓർമ്മയില്ല, 78 സൈക്ലോൺ ഉണ്ടായപ്പോൾ 1.5 ലക്ഷം പേര് മരിച്ചെന്നാണ് പറഞ്ഞത്. എത്ര പേര് മരിച്ചെന്നൊരു കണക്കുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് ഒരു 2-3 കൊല്ലം മുമ്പ് ഒരു സൈക്ലോൺ ഉണ്ടായപ്പോൾ അവരുടെ കാഷ്വാലിറ്റി 2 കുറയ്ക്കാൻ പറ്റി. ഒറീസ പോലുള്ളൊരു പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനം പോലും ഇക്കാര്യത്തിൽ വളരെ മുന്നോട്ട് പോയി. നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അത് അല്ല ആ കാലത്ത് ഏറ്റവും ഇന്ത്യയിലെ ഏറ്റവും ബാക്ക്വേർഡ് സ്റ്റേറ്റുകളിൽ ഒന്നായിരുന്നു അവർ, ഇല്ലേ? അവരവിടെ നിന്ന് ഈ അവരുടെ സിസ്റ്റം, കാരണം ഇപ്പോഴും ഭയങ്കര പ്രശ്നമുള്ള സ്ഥലമായിരുന്നു ഒറീസ. നമ്മളൊക്കെ നമ്മുടെ ചെറുപ്പത്തിലേക്ക് വായിച്ച് നമുക്കറിയാവുന്ന ഭയങ്കര മാറ്റമാണ്. ഞങ്ങൾ ഒരുപാട് മോഡൽസ് കൂടി എല്ലാ സ്ഥലത്തു നിന്നും നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മുടെ ലോക്കലൈസ് ചെയ്ത് കേരളത്തിൻ്റെ ടോപ്പോഗ്രഫിയും മറ്റ് കാര്യങ്ങളും എല്ലാം പരിശോധിച്ച് ഉള്ള ഏറ്റവും ഒരു ഫലപ്രദമായ സിസ്റ്റത്തെക്കുറിച്ചാണ് നമ്മൾ ആലോചിക്കുന്നത്. അല്ല, നമുക്കത് ചെയ്യണം, ചെയ്തേ മതിയാവൂ. കേരളം അത് ചെയ്തേ മതിയാവൂ. ഞാനിപ്പോൾ കഴിഞ്ഞ ഗവൺമെൻറ് ചെയ്യാത്തതിനെക്കുറിച്ച് കുറ്റപ്പെടുത്തലല്ലോ ഇപ്പോഴത്തേത്. നമുക്ക് ചെയ്യണമായിരുന്നു. കാരണം ഓക്കി കഴിഞ്ഞിട്ടുണ്ടായ ഒരു വലിയ മാറ്റം, ഈ ക്ലൈമറ്റ് ചേഞ്ചിലേക്ക് ഉണ്ടായ മാറ്റം പരിശോധിക്കണം. ഞങ്ങൾ അന്ന് നിയമസഭയിൽ പ്രതിപക്ഷത്തിരിക്കുമ്പോഴും ഒരു പൊളിറ്റിക്കൽ സാധനമായിട്ടല്ല ഈ IPCC റിപ്പോർട്ടും, കേരളത്തിലുണ്ടായ മാറ്റമാണ്. ആ മാറ്റത്തിനനുസരിച്ച് കേരളം തയ്യാറെടുപ്പ് നടത്തണം. നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പോൾ റൂം ഫോർ റിവർ എന്നുള്ള ആശയമൊക്കെ നല്ലതാണ്, പക്ഷെ നടപ്പാക്കാൻ പറ്റിയില്ലല്ലോ നമുക്ക്. അതല്ലേ പ്രശ്നം. അതൊക്കെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞതാണ്. ഇനി അതിനേക്കാൾ കൂടുതൽ പറയാനൊന്നുമില്ല എനിക്ക്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സംസാരിച്ചതാണ്. നിങ്ങളിപ്പോൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട്, ഈ ഫ്ലഡുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബാക്കി, എന്നിട്ട് വേറെ വിഷയത്തിലേക്ക് കിടക്കാം പ്ലീസ്. ഒരാൾ ചോദിക്കും, അങ്ങ് ചോദിക്കും.
ഉറപ്പായിട്ട് ഇത് അതിൻ്റെ ഭാഗമാണ്. ലാൻഡ് ഓഡിറ്റിങ് നടത്തണം. കുറേ സ്ഥലങ്ങൾ റിവർ സ്ഥലങ്ങൾ കയ്യേറ്റം നടത്തിയിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഈ പുഴയിലേക്ക് വരുന്ന ഈ വെള്ളം വരുന്ന കനാലുകൾ, തോടുകൾ, അതെല്ലാം നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടി ഒരു രജിസ്ട്രിയുടെ കാര്യം കഴിഞ്ഞാൽ ഞാൻ ക്യാബിനറ്റിൻ്റെ മീറ്റിങ്ങിൽ പറഞ്ഞില്ലേ, അതിൽ ഇതുകൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് യഥാർത്ഥത്തിൽ. അല്ല, അത് വളരെ പ്രസക്തമായ ചോദ്യം അങ്ങ് ഉറപ്പായിട്ട് അത് പരിശോധിക്കും. പുഴയെ പൂർവ്വസ്ഥിതിയിലാക്കിയില്ലെങ്കിൽ നമുക്ക് അപകടമാണ്. നമ്മൾ ഫ്ലഡ് മാപ്പിംഗ് ഉൾപ്പെടെയുള്ള നടത്തുമ്പോൾ ഇത് പരിശോധിക്കുകയും ചെയ്യും. ഞങ്ങളത് ആ അസറ്റ് രജിസ്റ്റർ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ഏറ്റവും പ്രത്യേകതകളല്ലേ, നദികൾ, തടാകങ്ങൾ, അതുപോലുള്ള കൈവഴികൾ, കനാലുകൾ, ഇതൊക്കെ വലിയ ഇതാണ്. അത് നമുക്ക് ചെയ്യാം. ഞാൻ എല്ലാ സ്ഥലത്തും അതിന് പോയിട്ടില്ലല്ലോ. അതെന്താണെന്നറിയാമോ, ഞാൻ ആറന്മുളയിലും ഏറ്റവും കൂടുതൽ രൂക്ഷമായ പ്രശ്നമുണ്ടായ ആറന്മുളയിലും അതുപോലെ റാന്നിയിലും ഏറ്റവും കൂടുതൽ ക്യാമ്പുകളുള്ള തിരുവല്ലയിലാണ് പോയത്. ഞാൻ കോന്നിയിലും പോയില്ല, അടൂരും പോയില്ല. അടൂരും ഉണ്ടായിരുന്നു ഞാൻ. അല്ലാതെ ഞങ്ങളെ MLA-മാരെ ക്ഷണിച്ചിരുന്നില്ല. ആ മീറ്റിങ്ങിൽ എല്ലാ ജില്ലാ കളക്ടറെയും ചാർജുള്ള മന്ത്രിയെയും അവിടെയുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാരും, ഞാൻ താഴെ തട്ടിലുള്ള ഉദ്യോഗസ്ഥന്മാരെ വിളിക്കരുതെന്നോട് പറഞ്ഞു മീറ്റിംഗ്. കാരണം ഞാൻ പണ്ട് 2018 ഈ എറണാകുളത്തും തിരുവനന്തപുരത്തും മീറ്റിംഗ് നടക്കുമ്പോൾ താഴെയുള്ള ഉദ്യോഗസ്ഥരെ നമ്മൾ ഈ യോഗത്തിന് മന്ത്രിമാരും നേതാക്കന്മാരും എല്ലാവരും വരുമ്പോൾ മീറ്റിങ്ങിന് വിളിക്കുന്നതിന് എതിരായിട്ട് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. കാരണം അത് അവിടുത്തെ സിസ്റ്റത്തെ ബാധിക്കും. അതുകൊണ്ട് ജില്ലയിലെ ഹെഡ് മാത്രം, കാരണം അവർക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ. എന്നിട്ട് നമ്മൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജില്ലാ കളക്ടർമാരുടെ മീറ്റിങ്ങിൽ കൂടുതൽ അധികാരം കൊടുത്തു. അത് ഫോർ ദ ടൈം ബീങ് ഇത് സെറ്റിൽ ചെയ്യാൻ പൈസ കൊടുത്തു. നേരത്തെ ആവശ്യത്തിന് പൈസയുണ്ട്. ഇനി അതല്ല, ഇനി ഭക്ഷണത്തിന് കൂടുതൽ പൈസയായി, ടോയ്ലറ്റ് ഇല്ല, ബയോ ടോയ്ലറ്റ് കൊണ്ടുവരണം. എന്ത് തീരുമാനം എടുക്കാനും ജില്ലാ ഭരണകൂടത്തിന് പൂർണ്ണമായ അധികാരം കൊടുത്തു. അവരെന്ത് തീരുമാനം എടുത്താലും അത് റാറ്റിഫൈ ചെയ്തോളാം. കാരണം ഈ ക്യാമ്പുകൾ 150 പേരിൽ കൂടുതൽ ക്യാമ്പിൽ വന്നപ്പോൾ അവിടെ ഒരു പ്രശ്നം വന്നു. അപ്പോൾ 150 പേരിൽ കൂടുതലുള്ള ക്യാമ്പുകൾ, രണ്ടാമത്തെ ക്യാമ്പുകൾ തുടങ്ങിക്കോളാൻ പറഞ്ഞു. ഇല്ല, അതൊക്കെ ചെയ്ത ഒരുപാട് ക്രമക്കേടുകൾ ഇത്തരം കാര്യങ്ങളിൽ നടന്നിട്ടുണ്ട്. ഇതേന്ന് നിങ്ങൾ ശബരിമല നെയ്യിനെ പറ്റിയും ചോദിച്ചില്ല, മറ്റേ PSC ക്രമക്കേടിനെ പറ്റി ഒന്നും ചോദിച്ചില്ല.